പി സി ജോർജിന് ഒരു പാളിച്ച പറ്റിയത് ഞാൻ കണ്ട് ഒരു ഫോൺ സംഭാഷണം പുറത്തു പോയതാണ് പി സി ജോർജിന്റെ ലൈഫിനെ ഒന്ന് പ്രശ്നമായി. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ചക്കര എന്നുള്ള വിളി. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്റെ ദൈവം, ഞാൻ എല്ലാ പെണ്ണുങ്ങളും ചക്കര എന്നാ വിളിക്കുന്നു. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പിള്ളം വെറുതെ വിടരുത് കേട്ടോ. ഞാനൊരു പുരുഷനല്ലടാ, ഒന്നിലായിട്ട് നോക്കിയതാ. അയച്ച് കിടന്നുപോയെന്ന് തോന്നി. മുത്തശ്ശോട് ചൂടാവണ്ട, കൊതുകിനുമില്ലേ ക്രിമിക്കടി. അവളെ മാത്രമല്ല, ഞാൻ എന്റെ കുഞ്ഞു വെച്ചുണ്ട് അമ്മുക്കുട്ടിയെ ചക്കര എന്ന് വിളിക്കും, ചക്കര കൊച്ചെന്ന് വിളിക്കും. എത്ര പെണ്ണുങ്ങളെ ചക്കര പെണ്ണെന്ന് വിളിക്കുന്നുണ്ട്. എന്നെ സ്നേഹം, ആ സ്നേഹം കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടു പോയടാ, അതുകൊണ്ട് അയ്യടാ ഇഷ്ടപ്പെടാൻ പറ്റിയ മുതല്. അവളോട് എനിക്ക് വൈരാക്കില്ല, പാവം ശുദ്ധിയായ പെൺകുട്ടി. അവളെ നശിപ്പിച്ചില്ല നാറി രാഷ്ട്രീയക്കാരെല്ലാം കൂടെ. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. എനിക്ക് അവളോട് കൊച്ചിനോട് സഹതാപമാണ്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വരണ്ട. അതുപോലെ തന്നെ മറ്റൊരു ഫോൺ കോളും വാങ്ങി. മനസ്സിലായില്ല? എന്നാ പിന്നെ എന്നെ ഉറക്ക വിളിച്ചു പറയാം. പറഞ്ഞോ. ഏയാ ചേച്ചി മോളും കേട്ടാ? അല്ല വേണ്ട, ചെവി തരാം. ഇന്ന് കളിയുണ്ടോ ചെമ്പകം? മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഈ മാസം എല്ലാ ദിവസവും കളിയുള്ളതാ. നോ പ്രോബ്ലം. ഡെയിലി കളിയുണ്ടെന്ന് കരുതി ഐറ്റംസ് ഒന്നും കുറക്കില്ല. കൊള്ളാലോ നീ. ഇന്ന് 3 കൈ കിട്ടിയുള്ളൂ, സാധാരണ 5-6 ഒക്കെ ഉണ്ടാവും. മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. അതും ലീക്കൗട്ടായി. അതും ഒരു പരാജയത്തിലേക്ക്. ഐ മീൻ ലോക പരാജയം. ആ ഫോൺ കോൾ എന്റേതല്ല. ഞാനല്ല, എന്റെ ഇങ്ങനല്ല. എന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തതാണ്. ആ പി സി ജോർജ് വാദിച്ചിട്ടില്ലോ, ഇതുവരെ വാദിച്ച് ജയിക്കാൻ നോക്കിയിട്ടില്ലോ. എന്റെ എല്ലാ ശബ്ദവും മാപ്പ് വരെ പറഞ്ഞു നോക്കി. അങ്ങനൊന്നും പറയണ്ട. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിലെന്തോ കൈയുണ്ട്. എന്നിട്ട് ഞാനത് വളരെ വ്യക്തമായിട്ട് ചെയ്യേണ്ടതല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. ഞാൻ പോകുന്നു. ബൈ.